എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പത്തരമാറ്റ സീരിയലിന്റെ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡിന്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജലജയെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ നോക്കുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ. എന്നാ നയന അതിന് അനുവദിക്കുന്നില്ല. നയന മുത്തശ്ശനോട് അപേക്ഷിക്കുന്നുണ്ട്, ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കരുത്, ഞാൻ മുത്തശ്ശന്റെ കാല് പിടിക്കാം, എന്റെ ചേച്ചിയും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടി വരും. ചേച്ചി ഒരു പാവമാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അഭിയാണ് അധിക തെറ്റുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവർ ചെയ്യുന്ന തെറ്റിന്റെ ഫലം എന്റെ ചേച്ചി അനുഭവിക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശന്റെ കാല് പിടിക്കുന്നുണ്ട് നയന. നയനയുടെ നിർബന്ധത്തിൽ വഴങ്ങി മുത്തശ്ശൻ ജലജയെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നില്ല. എന്നാൽ അതോടുകൂടി ജലജ തന്റെ ക്രൂരതകളൊന്നും അവസാനിപ്പിക്കുന്നില്ല. നവ്യയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ജലജ വീണ്ടും ക്രൂരതകൾ തുടങ്ങുന്നത്. ജലജ നവ്യയോട് പറയുന്നുണ്ട്, കണ്ടോ, അവളുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത എല്ലാ പ്ലാനുകളും ചീറ്റിപ്പോവാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ ഒരു വഴി അവളുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ? ആ കുഞ്ഞ് ഈ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞിനും നിനക്കും ഈ വീട്ടിലൊരു സ്ഥാനവും ഉണ്ടാവില്ല. അബിക്ക് പിന്നെ ഒരു സ്വത്തുക്കളും കിട്ടാൻ പോകുന്നില്ല. എല്ലാം ആദർശനും അവൻ്റെ കുഞ്ഞിനും നയനയ്ക്കും മാത്രമായിരിക്കും. നീ എന്നും ഒരു നക്കാപ്പിച്ചയായി നടക്കേണ്ടി വരും എന്നെല്ലാം പറയുന്നുണ്ട് നവ്യയോട്. നവ്യ പറയുന്നുണ്ട്, എന്ന് വെച്ച് അവളുടെ കുഞ്ഞിനെ എങ്ങനെയാ കൊല്ലുന്നത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ കൊല്ലാതെ, അബിയെ കാണാൻ ഞാൻ ഇന്നലെ കൂടി ജയിലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അബി എന്നോട് അപ്പോഴും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. നയനയ്ക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവാൻ പാടില്ല, ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം എന്ന് തന്നെയാണ് അവൻ എന്നോട് പറഞ്ഞത്. നീ അവനെ കാണാൻ ചെന്നപ്പോൾ എന്നോടും അവൻ ഇതേ കാര്യം തന്നെയല്ലേ പറഞ്ഞത്? അവൻ ആ ജയിലിൽ കിടന്ന് ഇപ്പൊ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും ആ കുഞ്ഞില്ലാണ്ടാവാൻ തന്നെയാണ്. ആ കുഞ്ഞുണ്ടായാൽ അതിന്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ വരുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കുമായിരിക്കും. നിന്റെ കുഞ്ഞിന് ഈ വീട്ടിലൊരു സ്ഥാനം തന്നെ ഉണ്ടാവില്ല. പിന്നെ ഈ ജയിലിൽ കിടക്കുന്ന അച്ഛൻ്റെ കുഞ്ഞ് എന്നുള്ളൊരു ചീത്ത പേരും കൂടി നിന്റെ കുഞ്ഞിനുണ്ടാകും. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നവ്യയെ പ്രകോപിപ്പിക്കുന്നുണ്ട് ജലജ. നവ്യ പറയുന്നുണ്ട്, എങ്കിലും അവളെൻ്റെ അനീതിയല്ലേ, എൻ്റെ അനീതിയുടെ കുഞ്ഞിനെ ഞാൻ തന്നെ എങ്ങനെയാണ് ഇല്ലാണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, അതും പറഞ്ഞുകൊണ്ട് നീ ഇവിടെ ഇരുന്നോ, നിന്നോട് അത്രയും സ്നേഹമൊന്നും അവക്കില്ല. അവള് നിന്റെ കുഞ്ഞിനെ എടുക്കാറോ കൊഞ്ചിക്കാറോ എങ്ങാനും ഉണ്ടോ? ആ നന്ദുമോളയല്ലേ അവൾ ഏത് സമയവും കൊഞ്ചിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ കുഞ്ഞിനോട് അവൾക്ക് ഒരു സ്നേഹവും ഇല്ല. പിന്നെ എന്തിനാണ് നിനക്ക് ആ കുഞ്ഞിനോടൊരു സ്നേഹം? നീ ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം, ഇല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിലനിൽപ്പുണ്ടാവില്ല. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പിച്ച തെണ്ടേണ്ടി വരും നിന്റെ കുഞ്ഞിനെയും കൊണ്ട്. കൂടെ അഭിയും ഞാനും കാണും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നവ്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജലജ. നവ്യ അവസാനം തീരുമാനിക്കുന്നുണ്ട്, നയനയുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അല്ലെങ്കിൽ തനിക്ക് ഈ വീട്ടിലൊരു നിലനിൽപ്പും ഉണ്ടാവില്ല എന്ന്. ഞാൻ എങ്ങനെയാ അവളുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കുന്നത്? ആൻറ്റി ഒരുപാട് പരിശ്രമിച്ചതല്ലേ, എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പരിശ്രമിച്ചു, അതുകൊണ്ട് തന്നെയല്ലേ ഇനി എന്നോട് പറയുന്നത് എൻ്റെ ഐഡിയകളെല്ലാം ചീറ്റിപ്പോവല്ലേ ചെയ്തത്. ഞാൻ എത്ര ശ്രമിച്ചതാ അവളുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു. പക്ഷേ അതിൽ നിന്നെല്ലാം അവൾ രക്ഷപ്പെട്ടു പോവുകയാണ്. എൻ്റെ ഐഡിയകളൊന്നും വർക്കൗട്ടായില്ല. ഇനി നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, നിനക്ക് എന്നെക്കാളും നന്നായി കുരുട്ടു ബുദ്ധിയെല്ലാം ഉള്ളതല്ലേ, അപ്പോൾ എൻ്റെ ഐഡിയ ിരിക്കില്ല, നീ ഒന്ന് ആലോചിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട് ജലജ. നവ്യ പറയുന്നുണ്ട്, എന്താ ഒരു വഴി? ആ കുഞ്ഞിനെ എങ്ങനെയാപ്പോ ഇല്ലാണ്ടാക്കുന്നത്? അതുകൊണ്ട് നയനയ്ക്ക് പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ വേണം അവളുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഈ ഉള്ള സ്നേഹമൊന്നും അവൾക്ക് നിന്നോടില്ല. നീ എന്തിനാ അവളുടെ കാര്യമൊക്കെ നോക്കുന്നത്? നീ നിന്റെ കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി. അവൾക്ക് എന്തു വേണോ പറ്റട്ടെ. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് അവളല്ലേ, അവൾ കാരണമല്ലേ നിന്റെ ഭർത്താവ് ജയിലിൽ കിടക്കുന്നത്. ആദർശ് എത്ര വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളത്, അതൊന്നും അവൾക്ക് ഒരു പ്രശ്നമല്ല. എന്നാൽ അവൾക്ക് ഏറ്റവും പ്രശ്നം അഭി ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ തെറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് നിന്നോടും നിന്റെ ഭർത്താവിനോടും കുഞ്ഞിനോടും ഒരു സ്നേഹവും ഇല്ല. അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ തന്നെയാണ് നീ പരിശ്രമിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജലജ നവ്യയോട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നവ്യ പറയുന്നുണ്ട്, ഒരു വഴിയുണ്ട്, പക്ഷേ അതിൽ വേറെ ആരും പോയി ചാടാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്ത് വഴിയാ
എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, നമുക്ക് സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചു വെക്കാം. അവൾ നടന്നു വരുന്ന സമയത്ത് അതിൽ വഴിക്ക് വീണോളുമല്ലോ. അങ്ങനെ വീണ് കഴിഞ്ഞാൽ അവളുടെ കുഞ്ഞ് പൊയ്ക്കോളും. അവൾ സ്റ്റെപ്പിൽ നിന്ന് വീണ ബ്ലീഡിങ് ആയി അവളുടെ കുഞ്ഞങ്ങ് പൊയ്ക്കോളും എന്ന് പറയാണ്. ജലജ പറയുന്നുണ്ട്, ആ ഇനിയിപ്പോൾ ഇതായിട്ട് ശ്രമിക്കാതിരിക്കേണ്ട, ഈ വഴിയും കൂടി ഒന്ന് നോക്കി നോക്കാം, ഏറ്റില്ലെങ്കിൽ നമുക്ക് അടുത്ത വഴി നോക്കാം എന്ന് പറയുന്നുണ്ട്. ശേഷം നവ്യ നയന വരുന്ന സമയത്ത് സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചു വെച്ച് ഓടിപ്പോകുന്നുണ്ട്. നയന സ്റ്റെപ്പ് ഇറങ്ങാൻ വരുന്ന സമയത്ത് ദേവയാനി നയനെ വിളിക്കുന്നുണ്ട്. മോളെ നീ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങാതെ നയന ദേവയാനിയുടെ അടുത്തോട്ട് പോവാണ്. അതേസമയം നന്ദുമോളാണ് സ്റ്റെപ്പിലൂടെ ഇറങ്ങി വരുന്നത്. നന്ദുമോള് മുത്തശ്ശിയെ വിളിച്ച് മുത്തശ്ശി എന്ന് വിളിച്ച് ഓടി ഇറങ്ങി വരുന്നതും സ്റ്റെപ്പിലെ എണ്ണയിൽ വഴുതി വീഴുന്നുണ്ട്. സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് താഴേക്ക് വീഴാണ് നന്ദുമോള്. ഇങ്ങനെ വീഴുന്ന സമയത്ത് തല സ്റ്റെപ്പിലിടിച്ച് തലയിൽ വലിയൊരു മുറിയാവുന്നുണ്ട്. ശേഷം ബ്ലഡ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രക്തം കാണുന്നതും ഓടി വരുന്നുണ്ട് മൂർത്തിമുത്തശ്ശൻ പെട്ടെന്ന് തന്നെ കുട്ടിയെ വാരി എടുക്കുന്നുണ്ട്. നന്ദുമോളെ നിനക്ക് എന്താ പറ്റിയത്? അയ്യോ തലയിൽ നിന്നുള്ള ചോര വരുന്നുണ്ടല്ലോ, ഇത് എന്ത് പറ്റി? എങ്ങനെയാ മോൾ അവിടെ നിന്ന് വീണത് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ നന്ദുമോളുടെ ബോധം പോയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എല്ലാവരും ഓടിക്കൂടുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി? എന്താ തലയെല്ലാം മുറിഞ്ഞിട്ടുണ്ടല്ലോ, ഇതെന്താ പറ്റിയത് അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ മൂർത്തിമുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് സ്റ്റെപ്പിൽ നിന്ന് വീണതാണ്, ഞാൻ ഓടി വന്നപ്പോഴേക്കും മോള് താഴത്തെ എത്തിയിരുന്നു എന്ന് പറയാണ്. ദേവയാനി പറയുന്നുണ്ട്, മോളെ എങ്ങനെ ഓടി വന്നിട്ടുണ്ടാവും, അത് കാരണമാവും അവൾ വീണത്. ദൈവമേ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. നയനയാണെങ്കിൽ പെട്ടെന്ന് വന്ന് കരയാൻ തുടങ്ങുകയാണ്. എൻ്റെ കുഞ്ഞിനെ എന്താ പറ്റിയത് അമ്മേ, എന്ത് പറ്റി എൻ്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ കരയുന്നുണ്ട് നയന. ഒന്നുമില്ല മോളെ, കുഞ്ഞൊന്ന് സ്റ്റെപ്പിൽ നിന്ന് വീണതാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് നയനയും ദേവയാനിയും മുത്തശ്ശനും കൂടി പെട്ടെന്ന് തന്നെ നന്ദുമോളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തലയിലെ മുറിവിലെല്ലാം സ്റ്റിച്ച് ഇടുന്നുണ്ട്. സ്റ്റിച്ചെല്ലാം ഇട്ട് ഡോക്ടർ പറയുന്നുണ്ട്, മോളെ നന്നായിട്ട് ശ്രദ്ധിക്കണം, 3 സ്റ്റിച്ച് ഉണ്ട്, തലയിൽ നല്ല മുറിവാണുള്ളത്, നന്നായി ശ്രദ്ധിക്കണം കുഞ്ഞിനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് പറഞ്ഞയക്കുകയാണ്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, മോൾ എന്തിനാ ഇങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് ഓടി ഇറങ്ങിയത്? അതുകൊണ്ടല്ലേ വഴുതി വീണത്. ഇനി ഇങ്ങനെ ഓടിയൊന്നും കളിക്കരുത്, നീ ഓടി കളിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വീഴില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വണ്ടിയിലിരിക്കുന്നുണ്ട്. ശേഷം വീട്ടിലെത്തിയതും ദേവയാനി സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്താണ് എണ്ണ അവിടെ പോയിട്ടുള്ളത് കാണുന്നത്. ദേവയാനി പറയുന്നുണ്ട്, മോള് വീണത് ഈ എണ്ണയിൽ ചവിട്ടിയിട്ടായിരിക്കും, ഇതെങ്ങനെയാ സ്റ്റെപ്പിൽ എണ്ണ വന്നത് എന്ന് ആലോചിക്കുകയാണ്. ശേഷം ജാനകി വന്ന് പറയുന്നുണ്ട്, ഈ സ്റ്റെപ്പിൽ വെറുതെ ഒന്നും എണ്ണ വരില്ലല്ലോ, ആരെങ്കിലും മനഃപൂർവ്വം ഒഴിച്ചതായിരിക്കും ആ എണ്ണ എന്ന് പറയുന്നുണ്ട്. ദേവയാനി പറയാണ്, അങ്ങനെ ആരാപ്പോ മനഃപൂർവ്വം സ്റ്റെപ്പിൽ എണ്ണ ഒഴിക്കുന്നത്? എന്താ ഏട്ടത്തിയെല്ലാം മറന്നു പോയതാണോ? ആരെ എണ്ണ ഒഴിക്കാനെന്നോ? ജലജ തന്നെയായിരിക്കും എണ്ണ ഒഴിച്ചത്, നയനമോള് വീഴാൻ വേണ്ടി എണ്ണ ഒഴിച്ചതായിരിക്കും, എന്നാൽ നന്ദമോളാണ് അതിൽ വന്ന് വീണത്, അതായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ ദേവയാനി ആലോചിക്കുന്നുണ്ട്. നയനമോള് സ്റ്റെപ്പ് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ദേവയാനി തിരിച്ചു വിളിച്ചത് കൊണ്ടാണ് നയനമോള് വന്നത് എന്നുള്ള കാര്യം. ദേവയാനി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ മോളായിരുന്നല്ലോ അതിൽ വീഴേണ്ടിയിരുന്നത്, പാവം നന്ദുമോള് വീണു, എൻ്റെ പേരക്കുട്ടിയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ചെയ്യാൻ നോക്കിയ കാര്യമായിരിക്കും ഇത്. അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാന്ന് പറഞ്ഞപ്പോൾ നയനമോള് തന്നെയാ അതിന് സമ്മതിക്കാതിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, അവൾ തന്നെ ഇത്രയും വലിയ ക്രൂരത ചെയ്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ജലജ വന്ന് പറയുന്നുണ്ട്, ഞാനൊന്നും അല്ല അത് ചെയ്തത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിലും എന്തുണ്ടെങ്കിലും എൻ്റെ തലയിലോട്ടാണല്ലോ നിങ്ങളെല്ലാവരും കൊണ്ടുവന്ന് ഇടുന്നത്, ഇത് ഞാൻ ചെയ്ത കാര്യമൊന്നുമല്ല എന്ന് പറയുമ്പോൾ നവ്യ വരുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, അമ്മയ്ക്കെന്താ അത് ചെയ്യേണ്ട കാര്യമുള്ളത്, അമ്മയൊന്നുമല്ല അത് ചെയ്തത് എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അത്
ജലജയല്ലാതെ വേറെ ആരും ചെയ്യില്ല എന്ന് പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, അത് നന്ദുമോളുടെ കയ്യിൽ നിന്ന് തന്നെ പോയതായിരിക്കും ആ എണ്ണ, അതിൽ തട്ടി അവൾ തന്നെ സ്വയം വീണതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നന്ദുമോളാണോ കളഞ്ഞത് അതോ നീയാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഞാനെന്തിനാ സ്റ്റെപ്പിലെ എണ്ണ കളയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല നയനമോള് വീഴാൻ വേണ്ടി നീ തന്നെ കളഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്തിനാ അവൾ വീഴാൻ വേണ്ടി കളയുന്നത്, അവളെൻ്റെ അനിയത്തിയല്ലേ, അവൾക്ക് ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്യില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കൊന്നും വേണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതാണ് എന്ന് പറയാണ്. ഈ മുത്തശ്ശൻ എന്തൊക്കെയായി പറയുന്നത് എന്ന് പറയുമ്പോൾ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ മുത്തശ്ശി നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം തന്നെ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ നയനമോളുടെ കുഞ്ഞിനെ കൊല്ലാതാക്കാനുണ്ടാക്കിയ പ്ലാനെല്ലാം അവൾ അറിഞ്ഞിരുന്നു. എന്നാ സ്റ്റെപ്പിൽ എണ്ണ പാരാനാണ് നിങ്ങളുടെ പ്ലാന് എന്നുള്ള കാര്യം മാത്രം അവൾ അറിഞ്ഞില്ല. അതറിഞ്ഞിരുന്നുവെങ്കിൽ ഇതെങ്ങനെയെങ്കിലും തടഞ്ഞേനെ. ആ കുഞ്ഞ് ഇങ്ങനെ വീണും തലയിലൊന്നും മുറിയാവില്ലായിരുന്നു. ഇത് നിങ്ങൾ രണ്ടുപേരും ചെയ്തതാണെന്നുള്ള കാര്യത്തിന് കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? മുത്തശ്ശി തന്നെയാണ് നിങ്ങൾ ഈ ചെയ്ത കാര്യത്തിനുള്ള ദൃക്സാക്ഷി എന്നെല്ലാം പറയാണ്. നവ്യ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തെങ്കിലേ നന്നായിപ്പോയി. അവൾ എൻ്റെ അബിയെ ജയിലിലാക്കിയില്ലേ, പിന്നെ ഇപ്പം അവൾക്ക് കുഞ്ഞുണ്ടാവാൻ പോകുന്നു. അവള് നിലത്തൊന്നും അല്ല ഉള്ളത്. അവൾക്കാണല്ലോ ഇനിയുള്ള സ്വത്തുക്കളും എല്ലാം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്ന സമയത്ത് മൂർത്തി മുത്തശ്ശൻ നവ്യയുടെയും മുഖത്തടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സ്വന്തം അനിയത്തിയെ തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന നിന്നെയൊക്കെ ഞാൻ എന്താണ് പറയേണ്ടത്? ഈ വീട്ടിൽ നിന്ന് ആദ്യം ഇറക്കി വിടേണ്ടത് നിന്നെ തന്നെയാണ്. എന്നാൽ നയനമോളാണ് നിങ്ങളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടരുത് എന്ന് പറഞ്ഞ് എൻ്റെ കാല് പിടിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി വിട്ടേനെ. പിന്നെ എന്തറിഞ്ഞുകൊണ്ടാ നീ ഈ നയനമോളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, അവളുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്താ മുത്തശ്ശ, അവള് ആ നന്ദുമോളെ എന്ത് മാത്രമാണ് സ്നേഹിക്കുന്നത്, എന്നാൽ അതുപോലെ അവളെ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടോ, എൻ്റെ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവള് ആ നന്ദുമോളെ മാത്രമാണ് സ്നേഹിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് ആദർശേട്ടന് എങ്ങനെയോ ഉണ്ടായ ഒരു കുഞ്ഞാണ് നന്ദുമോള്. എന്നിട്ട് പോലും ആ കുഞ്ഞിനെ അവൾ എങ്ങനെയാ സ്നേഹിക്കുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് അവക്ക്? എന്നിട്ട് ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ അബിയെയാണ് പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ സഹിക്കണമെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യങ്ങളും അറിയാതെയാണ് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. ഇനിയും എന്നോട് സത്യങ്ങൾ മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയാണ് മൂർത്തി മുത്തശ്ശൻ. ആ കുഞ്ഞിൻ്റെ അച്ഛൻ അത് ആദർശമൊന്നുമല്ല, നിന്റെ അബി തന്നെയാണ് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഓ ഇനി ആ ഒരു കുറ്റം കൂടി അബിയുടെ തലയിൽ വെക്കാനുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അതുകൂടി അവന് വെച്ച് കെട്ടിക്കൊടുക്ക്, അതിൻ്റെ ശിക്ഷ കൂടി അവന് ഞാൻ ജയിലിൽ കിടന്ന് അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ, നിനക്കൊരു കാര്യങ്ങളും അറിയില്ല. നന്ദുമോളുടെ അച്ഛൻ അബി തന്നെയാണ്. ആ കുറ്റം ആദർശ് ഏറ്റെടുത്തതാണ്. അതും എന്തിനു വേണ്ടിയാണെന്നറിയോ? നിന്റെയും അബിയുടെയും ജീവിതം ഇല്ലാതാവരുത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്തത്. നയനമോള് ഈ ത്യാഗം സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ നന്ദുമോളെ സ്വന്തം മോളായിട്ടാണ് കണ്ടത് എന്നെല്ലാം പറയുന്നുണ്ട്. ചന്തുമോളെ സ്വന്തം മകളായിട്ട് അവൾ സ്നേഹിക്കുക ചെയ്തത്. നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയോ? ഒരിക്കലുമില്ല. നിനക്കും നിന്റെ ഭർത്താവിനും എല്ലാം സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ സ്നേഹവും സന്തോഷവും എന്താണെന്ന് ഒന്നും ചിന്തിക്കാൻ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും ക്രൂരതയെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. നവ്യ പറയാണ്, ഇത് ഞാൻ വിശ്വസിക്കില്ല, ഒരിക്കലും അബി എന്നോട് അത്രയും വലിയൊരു തെറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ കുഴപ്പം. അവൻ എത്ര വലിയ ഫ്രോഡാണ് എന്നുള്ള കാര്യം നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. എപ്പോഴും അവന് വേണ്ടി ന്യായീകരിച്ച് സംസാരിക്കുകയാണ് നീ ചെയ്യുന്നത്. എന്നാൽ നിന്നോട് ഏറ്റവും വലിയ തെറ്റാണ് അവൻ ചെയ്തിട്ടുള്ളത്. നീയാണ് ശരിക്ക് ചന്തുമോളെ സ്വന്തം മോളായിട്ട് കണ്ട് സ്നേഹിക്കേണ്ടത്. കാരണം അവള് അബിയുടെ കുഞ്ഞാണ്. അബിയുടെ കുഞ്ഞെന്ന് പറയുമ്പോൾ നിന്റെയും കൂടി കുഞ്ഞ്. അങ്ങനെ നീയാണ് അവളെ സ്നേഹിക്കേണ്ടത്. എന്നാൽ നീ ആ കുഞ്ഞിനോട് ഇപ്പം ചെയ്തത് എന്താണെന്ന് നോക്ക്. ആ കുഞ്ഞിൻ്റെ തലയിൽ എത്ര വലിയ മുറിവാണ് നീയായിട്ട് ഉണ്ടാക്കിയത്. നയനമോൾക്ക് വെച്ച കെണിയാണെങ്കിലും നിന്റെയും കൂടി മോളല്ലേടി അതിൽ വന്ന് വീണത് എന്നെല്ലാം പറയാണ്.
നവ്യ പൊട്ടിക്കരയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം കേട്ടോണ്ട്. നവ്യ പറയുന്നുണ്ട്, അഭി എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്തെന്നോ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ്. ജലജ പറയുന്നുണ്ട്, എൻ്റെ അഭി അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തിനാ നവ്യ നീ ഇങ്ങനെ കരയുന്നത്? അത് അഭിയൊന്നും അല്ല ചെയ്തിട്ടുള്ളത്, ഈ ആദർശ് തന്നെയാ. ഇവരെല്ലാം കൂടി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഇത്രയും വലിയൊരു കള്ളം എന്ന് പറയുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഇത് അവൻ്റെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും അവൻ ഇനി ജീവനോടെ ഉണ്ടാവില്ല. അവന് ഞാൻ കൊല്ലും. അവൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് ഞാനായിരിക്കും ആദ്യം കൊല്ലുന്നത്. പക്ഷേ അത് അവനാണ് ചെയ്തത് എന്നതിലുള്ള എനിക്ക് ആദ്യം ഉണ്ടാക്കണം. അതിനുശേഷം മാത്രമേ ഞാൻ അവനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് നവ്യ. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ ഈ ബാക്കി ഭാഗം കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക.